ഇത് നമ്മുടെ ചെറിത്തക്കാളിയുടെ തൈകളാണ് കേട്ടോ. ചെറിത്തക്കാളി ഉണ്ടാകുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ കൊല പോലെ വന്നിട്ട് രണ്ട് സൈഡിലോട്ടും ഇതേപോലെ തക്കാളി ഉണ്ടാവുക കേട്ടോ ചെയ്യുക. ഇപ്പോൾ ഞാൻ നട്ടേക്കുന്നതിൽ 2 ടൈപ്പ് ചെറിത്തക്കാളി ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഒരു നല്ല വൈറ്റ് കളറിൽ, ഒരു വൈറ്റ് ഷെയ്ഡിൽ, നമുക്ക് തക്കാളി സാധാരണ തക്കാളിക്കുണ്ടല്ലോ ഇതേപോലെ 2 ഷെയ്ഡും, ഇച്ചിരി കുറച്ച് പച്ച കലർന്നതും അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറിലുള്ളതും, ഇതുപോലത്തെ ഒരു ഷെയ്ഡും, പിന്നെ ഉള്ളത് ഇതേപോലത്തെ കണ്ടോ. ഇത് കണ്ടോ, ഒരു കൊലയുമ്പോൾ തന്നെ എത്ര എണ്ണാന്ന് നോക്കിക്കേ, കാണാൻ നല്ല രസമില്ലേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ തക്കാളി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കട്ടി ഉണ്ടാവും. നമ്മുടെ ഈ തക്കാളിയുടെ തണ്ടുകൾക്ക് കുറച്ച് കട്ടി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഹൈറ്റിൽ പോവില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ സാധാരണ തക്കാളിയാണ്. സാധാരണ തക്കാളിയുടെ തണ്ടിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. നമ്മളൊന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും, തക്കാളി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെയല്ല നമ്മുടെ ചെറുതക്കാളി നമ്മൾ എത്ര പ്രൂൺ ചെയ്ത് കൊടുത്താലും അതിൻ്റെ ശിഖരങ്ങൾ വീണ്ടും വീണ്ടും ഇതേപോലെ പൊങ്ങിപ്പോവേ. പിന്നെ മണിത്തക്കാളിയും ചെറുതക്കാളിയും ഒന്നല്ല കേട്ടോ. മണിത്തക്കാളി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറിൽ ചെറിയ ചെറിയ കായകൾ ഉണ്ടാകുന്നൊരു ചെടിയാണ്. അതിന് തക്കാളിയുടെ ഇലകളുമായിട്ടോ അല്ലെങ്കിൽ തക്കാളി ചെടിയുമായിട്ടോ യാതൊരു സാമ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ചെടി പോലെ തന്നെ ബലമില്ലാത്ത തണ്ടുകളും നീണ്ടു പോകുന്ന കമ്പുകളുമായിട്ട് അങ്ങനെ കൊലകുത്തി ഉണ്ടാകുന്നതാണ് ചെറുതക്കാളി. ചെറുതക്കാളിക്ക് തക്കാളിയുമായിട്ട് വളരെ സാമ്യമുണ്ട്. ചെടികൾക്കും അതുപോലെ തന്നെ കായ്കൾക്കും വളരെ സാമ്യമുണ്ട് കേട്ടോ. മണിത്തക്കാളിക്ക് നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടീൻ്റെയൊക്കെ ചെടി പോലെ അതുപോലത്തെ ഇലകളാണ്. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ കായ്കൾക്ക് തക്കാളിയുടെ കായ്കളുമായിട്ട് യാതൊരു സാമ്യമില്ല കേട്ടോ. കെയറിങ്ങൊക്കെ നമ്മുടെ സാധാരണ തക്കാളിയുടെ കെയറിങ് തന്നെയാണ്. നമ്മുടെ സാധാരണ തക്കാളിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന അതേ കെയറിങ് തന്നെ ഈ ചെറിയ തക്കാളികൾക്കും ചെയ്തു കൊടുത്താൽ മതി.